ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പാർട്ട് 2 ഓഫ് ആന്റിക് വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐസിംഗ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയതാണ്. ഇതില് നമുക്ക് എന്താ ഒരു പ്രൊഫൈല് ഞാനിവിടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പേ നമ്മളിത് പാരഗ്രാഫ് ആക്കിയിട്ട് രവീന്ദ്രനാഥിനെ പറ്റിയിട്ട് പാർട്ട് 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കർ താഴെ വീണ ശബ്ദമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ പ്രൊഫൈലാണ്. ഓക്കെ, നമുക്കപ്പോൾ വൈകിപ്പിക്കാതെ ബോറടിപ്പിക്കാതെ ലാഗ് അടിപ്പിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫും കൂടെ നമുക്കിനി പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫും കൂടെ പഠിക്കാനുള്ളൂ. അപ്പോൾ അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഐ ഹാവ് പ്രിക്ക്ഡ് മൈ ഇയേഴ്സ്. പ്രിക്ക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളെല്ലാവരും പറയുന്ന മീനിങ് നുള്ളി എന്നതാണ്. നുള്ളുക, പിച്ചുക എന്നൊക്കെ പറയും. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിച്ചത്തില്ലേ, അതിനാണ് ശരിക്കും പ്രിക്ക്ഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡ് ഇറക്റ്റ് വെൻ ഓൺ ആൻ അലേർട്ട്. ഒരു എന്താണ് സോ ഈ സ്റ്റുഡ് ഇറക്റ്റ് വെൻ ഓൺ ആൻ അലേർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ശബ്ദം വരുമ്പോൾ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഫാൻ കറങ്ങുന്ന ശബ്ദമാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞുതരാം. കുറച്ച് അധികം നേരം കറണ്ട് പോയി എന്ന് വെക്കുക. പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ സഡൻ ആയിട്ട് ഇപ്പോഴൊന്നും കറണ്ട് വരില്ലായിരിക്കും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളിട്ട് അവിടെ ഫാനിൻ്റെ സ്വിച്ച് ഇട്ടിട്ടുണ്ടെന്ന് വയ്ക്കുക. ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മൾ അതിലോട്ട് ശ്രദ്ധിക്കൂലേ, അതിനാണ് ഈ ഒരു പ്രിക്ക്ഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു എന്ന്. നെക്സ്റ്റ് ഐ ഹാവ് ബെയർഡ് മൈ ഹേർട്ട് ടു ദ വേൾഡ്. എന്താണ്, ഞാൻ എൻ്റെ ലോകത്തേക്ക് ഞാൻ എൻ്റെ ഹൃദയം തുറന്നു കാട്ടി. അതേപോലെ തന്നെ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോട്ട് ദ അൺനോൺ. പരിചയമുള്ളവരിൽ നിന്നും, ഈ ലോകത്തിൽ പരിചയമുള്ളവരിൽ നിന്നും ഞാൻ പരിചയമില്ലാത്തവരെ തിരഞ്ഞു. അതേപോലെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. അത്ഭുതത്തോടെയും വിസ്മയത്തോടെയും ഞാൻ പാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കവിത നിർത്തുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയില്ലേ, പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കവിതയല്ലേ. അതേപോലെ തന്നെ വലിയ പാടൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ. ഒരേ ലൈൻ തന്നെ പിന്നും റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് അത്ര പാടില്ല. അതേപോലെ തന്നെ പഠിക്കാൻ എളുപ്പമുള്ള വാക്കുകളാണ്, എല്ലാം സിമ്പിളാണ്. ഇനി നമുക്ക് പ്രൊഫൈൽ നോക്കാം കേട്ടോ. പ്രൊഫൈൽ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് നമ്മൾ ഫസ്റ്റ് ആദ്യമേ തന്നെ ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പേരൊക്കെ നെയിം എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പൊ നെയിം എന്താണ്? രവീന്ദ്രനാഥ് ടാഗോർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്. DOB എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. DOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ഡെത്ത് ആണ്. ഓക്കെ, 7th May 1861 ആള് ജനിച്ചു. ബർത്ത് പ്ലേസ് എവിടെയാണ് ജനിച്ചത്? കൊൽക്കത്തയില്. മദർ ആരാണ്? അല്ല, ഫാദർ പറഞ്ഞില്ല. ഫാദർ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ചെറിയ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ആറിൻ്റെയും അതേപോലെ തന്നെ ഈയുടെയും ഐയുടെയും ഒരു ഡിഫറൻസേ ഉള്ളൂ. അതേപോലെ തന്നെ മദർ ശാരദ, തെറ്റിപ്പോയി. ശാരദാ ദേവി. എഡ്യൂക്കേഷൻ സ്റ്റഡീഡ് ലോ അറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ ബട്ട് കുഡിന്റ് കംപ്ലീറ്റ്. യൂണിവേഴ്സിറ്റി കോളേജിൽ, ലണ്ടനിലെ ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ നിയമം പഠിച്ചു. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഫേമസ് എന്തിനൊക്കെ ഫേമസ് ആണ്? ഓക്കെ, പോയറ്റ്, പ്ലേ റൈറ്റർ, ആർട്ടിസ്റ്റ്, ഫിലോസഫർ ആൻഡ് നോവലിസ്റ്റ്. പോയറ്റ് ഒരു കവിയാണ്. അതേപോലെ പ്ലേ റൈറ്റർ എന്ന് വെച്ചാൽ നാടകം എഴുത്ത് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതേപോലെ ആർട്ടിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഫിലോസഫർ, ഒരു തത്വചിന്തകനാണ്. ആൻഡ് നോവലിസ്റ്റ്, നോവലൊക്കെ എഴുതുന്ന ഒരാളും കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്താണ്? ഗീതാഞ്ജലി, ഘോര, ജനഗണമന. നമ്മുടെ നാഷണൽ ആന്തമായ ജനഗണമന, അതേപോലെ തന്നെ ഘോര, ഗീതാഞ്ജലി എന്നിവയ്ക്ക് ഉണ്ട്.
ഇനി അവാർഡ്സ് എന്താണ്? നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1913. എന്താണ്? 1913 നോബൽ പ്രൈസ്, ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഡെത്ത് 7th August 1941 ഇൻ കൊൽക്കത്ത. കൊൽക്കത്തയിൽ ആഗസ്റ്റ് 7, 1941 ആഗസ്റ്റ് 7 അദ്ദേഹം അന്തരിച്ചു. സോ ഓക്കെ, അപ്പം നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും പഠിക്കാൻ എളുപ്പമുള്ള ഒരു വീഡിയോ ആണ്. ഇനി നമ്മൾ അടുത്ത പാർട്ടിലൊക്കെ ആയിട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 5th സ്റ്റാൻഡേർഡിൻ്റെ PDF എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന് വെച്ച് 5th സ്റ്റാൻഡേർഡ് തുടങ്ങാമെന്ന് വെച്ച്. 6th ഇതുവരെ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കിനും കിട്ടുമായിരിക്കും. ഗൂഗിളിൽ PDF വരുമായിരിക്കും. നമുക്ക് എന്തായിരുന്നാലും നോക്കാം. കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായിരുന്നാലും ഇടാം കേട്ടോ. അപ്പോൾ ഇത് 7ാം ക്ലാസ്സിൻ്റെയാണ്. സോ ഈ ഒരു ആക്ടിവിറ്റീസും കൂടെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എ വാംത്ത് ഓഫ് ലവ് എന്ന് പറയുന്നതാണ് 5th ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അത് നമുക്ക് എന്തായിരുന്നാലും തുടങ്ങാം. അതിൽ ഫസ്റ്റ് യൂണിറ്റ്. സോ ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. ഇത് ഫസ്റ്റ് യൂണിറ്റ് ആണ് കേട്ടോ, വാംത്ത് ഓഫ് ലവ് എന്ന് പറയുന്നത്. സോ ഓക്കെ, ഇത്രയും മതി. 5ാം ക്ലാസ്സിൻ്റെ നമുക്ക് പിന്നെ വീഡിയോസിൽ ചെയ്യാം. ഇപ്പം ഞാൻ 7ൻ്റെ ആണല്ലോ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ചാനലിന് 274 സബ്സ്ക്രൈബേഴ്സായി. ഇപ്പോൾ എത്ര ആയി കാണുമെന്ന് എനിക്കറിയില്ല. നേരത്തെ ഞാൻ നോക്കിയപ്പോൾ 274 ഒരുപാട് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. സോ ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.